ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലെ ഒന്നാം ഘട്ടത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 11 മണിവരെ തമിഴ്നാട്ടിൽ 37.56%, പശ്ചിമബംഗാളിൽ 41.11% പോളിംഗ്. തൃശൂർ വെടിക്കെട്ടുപുര അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരം നടത്തുന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കുന്നതിന് തൃശൂർ കളക്ടറേറ്റിൽ ഉന്നതതല യോഗം ചേരുന്നു. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരും. പാലക്കാട് ഉയർന്ന താപനില 41 ഡിഗ്രി സെൽഷ്യസിലെത്തി. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം. CBSE 10ാം ക്ലാസ് പരീക്ഷയുടെ 2ാം ഘട്ടം അടുത്ത മാസം 15-ന് ആരംഭിക്കും. അറിവിന്റെയും ഭാവനയുടെയും ലോകത്തേക്ക് വായനക്കാരെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് ലോക പുസ്തക ദിനം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FCയെ നേരിടും. വാർത്തകൾ വിശദമായി. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലെ ഒന്നാം ഘട്ടത്തിലേക്കുമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 11 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം തമിഴ്നാട്ടിൽ 37.56%, പശ്ചിമബംഗാളിൽ 41.11% പോളിംഗ്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിവരെ നീളും. തമിഴ്നാട്ടിലെ 234 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ചെന്നൈ ലേഖകൻ ദേവി പത്മനാഭൻ. ചെന്നൈ, തിരുച്ചി, കോയമ്പത്തൂർ ഉൾപ്പെടെ 234 നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ടർമാർ രാവിലെ മുതൽ വോട്ട് ചെയ്യാൻ വന്നു തുടങ്ങി. 4023 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ സ്ഥാനാർത്ഥികളുടെ കളർ ഫോട്ടോ പതിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് 75,064 പോളിംഗ് ബൂത്തുകളിലും വോട്ടെടുപ്പ് സമാധാനപരമായി നടക്കുന്നു. DMK നേതാവ് MK സ്റ്റാലിൻ ചെന്നൈ ആൾവാർപെട്ട് SIET കോളേജിലും, AADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി സേലം സിലുവാംപാളയത്തിലും, കേന്ദ്രമന്ത്രി ഡോക്ടർ എൽ മുരുകൻ, TVK നേതാവ് വിജയ് രജനീകാന്ത് ചെന്നൈയിൽ വോട്ട് രേഖപ്പെടുത്തി. പശ്ചിമബംഗാളിൽ ആദ്യഘട്ടത്തിൽ 152 നിയമസഭാ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണൽ മെയ് 4-നാണ്. മഹാരാഷ്ട്രയിലെ ബാരാമതി മണ്ഡലത്തിലും രാഹുരി മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. 11 മണിവരെയുള്ള കണക്കനുസരിച്ച് ബാരാമതിയിൽ 20.55%, രാഹുരിയിൽ 18.22% പോളിംഗ് രേഖപ്പെടുത്തി. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഗുജറാത്തിലെ ഉംറേത്ത് നിയമസഭാ മണ്ഡലത്തിൽ 11 മണിവരെ 25.65% പോളിംഗ് രേഖപ്പെടുത്തി. സ്ട്രോങ് റൂം വിവാദം സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നാളെ ഹർജി നൽകുമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഇന്ന് നേരിട്ട് പരാതി നൽകുമെന്നും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തൃശൂർ വെടിക്കെട്ടുപുര സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പ്രാഥമിക അന്വേഷണവും തെളിവ് ശേഖരണവും പൂർത്തിയാക്കി. അന്തിമ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കും. നാളെ വരെയാണ് തിരുവമ്പാടി ദേവസ്വത്തിന്റെ ദുഃഖാചരണം. ചമയ പ്രദർശനം 25-ാം തീയതിയിലേക്ക് മാത്രമായി ചുരുക്കിയിട്ടുണ്ട്. അതേസമയം അപകടത്തിൽ പരിക്കേറ്റ് ICUവിലുള്ള 4 പേരിൽ ഒരാളുടെ നില മെച്ചപ്പെട്ടു. 14 പേർക്കാണ് അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഉന്നതതല യോഗം തൃശൂരിൽ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. രാവിലെ ഏതാണ്ട് 11 മണിയോടെയാണ് കളക്ടറേറ്റിൽ സർക്കാർ ഉന്നതതല യോഗം ആരംഭിച്ചത്. മന്ത്രിമാരായ VN വാസവൻ, K രാജൻ, ഡോക്ടർ R ബിന്ദു തുടങ്ങിയവരും കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയും ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ IASും തൃശൂരിലെ നിലവിലെ MLA P ബാലചന്ദ്രൻ, മേയർ നിജി ജസ്റ്റിൻ, പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങളുടെ പ്രസിഡന്റ് സെക്രട്ടറിമാരും യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. പൂരം നടത്തിപ്പിന്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്തതിനു ശേഷം ഈ ഉന്നതതല യോഗത്തിലായിരിക്കും അന്തിമ തീരുമാനം കൈക്കൊള്ളുക. ഈ മാസം 24-ാം തീയതി വരെ തിരുവമ്പാടി ദേവസ്വം ദുഃഖാചരണം നടത്തുമെന്നും ദീപാലങ്കാരങ്ങൾ പ്രകാശിപ്പിക്കില്ല എന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. ആചാരപരമായ പറയെടുപ്പ് ചടങ്ങുകൾ മാത്രമായിരിക്കും ഈ കാലയളവിൽ ഉണ്ടാവുക എന്നും ഇന്നലെ അറിയിച്ചിരുന്നു. എന്നാൽ പൂരം വെടിക്കെട്ട് നടത്തണമെന്ന് പാറമേക്കാവ് വിഭാഗം ആവശ്യമായി ഉന്നയിച്ചിരിക്കുകയാണ്. CBSE 10ാം ക്ലാസ് പരീക്ഷയുടെ 2ാം ഘട്ടം മെയ് 15 മുതൽ. സ്കോറുകൾ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവസരമുണ്ടാകും. സയൻസ്, ഗണിതം, സാമൂഹ്യ ശാസ്ത്രം, ഭാഷകൾ എന്നിവയിലെ ഏതെങ്കിലും 3 വിഷയങ്ങളിൽ പ്രകടനം മെച്ചപ്പെടുത്താൻ എല്ലാ വിദ്യാർത്ഥികളെയും അനുവദിക്കും. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടയിൽ ഇറാനിലെ വ്യോമാതിർത്തി ഭാഗികമായി തുറന്നു. ഈ സാഹചര്യത്തിൽ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇറാനിലുള്ള അമേരിക്കൻ പൌരന്മാരോട് രാജ്യം വിടാൻ നിർദ്ദേശിച്ചു. ഫെബ്രുവരിയിൽ US ഇസ്രയേൽ സംയുക്ത ആക്രമണങ്ങൾക്ക് ശേഷം ഇറാൻ വ്യോമാതിർത്തി അടച്ചിരുന്നു. അതേസമയം ഇറാനുമായുള്ള വെടിനിർത്തൽ നീട്ടിയിട്ടുണ്ടെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരും. പാലക്കാട് ജില്ലയിൽ ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന ചൂട് ഇന്നലെ മലമ്പുഴയിൽ രേഖപ്പെടുത്തി 41.1 ഡിഗ്രി സെൽഷ്യസ്. മുണ്ടൂരിൽ 40.2 ഡിഗ്രിയും ആലത്തൂരിൽ 40.1 ഡിഗ്രി സെൽഷ്യസുമാണ് പകൽ താപനില. കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയത്ത് 38 ഡിഗ്രി വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. പാലക്കാട് ജില്ലയിലെ ഈ വർഷത്തെ ഏറ്റവും കൂടിയ ചൂടാണ് ഇന്നലെ മലമ്പുഴയിൽ രേഖപ്പെടുത്തിയത്. ചൂട് ഉയർന്ന സാഹചര്യത്തിൽ വേനൽക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്നലെ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. മുണ്ടൂരിൽ 40.2 ഡിഗ്രിയും ആലത്തൂരിൽ 40.1 ഡിഗ്രി സെൽഷ്യസുമാണ് ഇന്നലെ രേഖപ്പെടുത്തിയ കൂടിയ താപനില. ഇന്നും രാവിലെ മുതൽ അസഹനീയമായ ചൂടാണ് ജില്ലയിൽ അനുഭവപ്പെടുന്നത്. വേനൽ ചൂട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ മാധവിക്കുട്ടി MS മുന്നറിയിപ്പ് നൽകി. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക ഉഷ്ണതരംഗ പ്രതിരോധ കർമ്മ പദ്ധതി തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുറം ജോലിയുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയ സമയക്രമീകരണം പാലിക്കുന്നത് ഉറപ്പാക്കാൻ തൊഴിൽ വകുപ്പിന്റെ നേതൃത്വത്തിലും പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട്. ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ വെടിക്കെട്ടുപുരകളിൽ സുരക്ഷ ശക്തമാക്കാനും പരിശോധന നടത്താനും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുറ്റക്കാരായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ കോളേജിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടന്ന് ഇരച്ചു കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. അതിനിടെ ദന്തൽ കോളേജിലെ ഡോക്ടർ റാം, ഡോക്ടർ സംഗീത നമ്പ്യാർ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി കോടതി ഇന്ന് പരിഗണിക്കും. ഇന്ന് ലോക പുസ്തക പകർപ്പവകാശ ദിനം. അറിവിന്റെയും ഭാവനയുടെയും ലോകത്തേക്ക് വായനക്കാരെ ക്ഷണിച്ചുകൊണ്ട് ഇന്ന് വായനാ ദിനം ആഘോഷിക്കുന്നു. വായനാ രീതിയും അനുഭവ തലങ്ങളും ഏറെ മാറിയ പുതിയ കാലത്തും പുസ്തകങ്ങൾ കൈമാറിയും ലൈബ്രറികൾ സന്ദർശിച്ചും കഥാപാത്രങ്ങളായി വേഷമിട്ടും പ്രായഭേദമന്യേ ലോകമെമ്പാടും ദിനത്തെ വരവേൽക്കുന്നു. ഒരു റിപ്പോർട്ട്. അക്ഷരങ്ങളിലൂടെ ലോകത്തെ അറിയാനും പകർപ്പവകാശ നിയമങ്ങളെക്കുറിച്ച് അവബോധം വളർത്താനുമായി യുനെസ്കോയുടെ ആഭിമുഖ്യത്തിലാണ് എല്ലാ വർഷവും ഏപ്രിൽ 23 ലോക പുസ്തക പകർപ്പവകാശ ദിനമായി ആചരിക്കുന്നത്. 1995 പാരീസിൽ നടന്ന യുനെസ്കോ പൊതുസമ്മേളനത്തിൽ സാഹിത്യലോകത്തെ ഇതിഹാസങ്ങളായ വില്യം ഷേക്സ്പിയർ, മിഗ്വേൽ ഡി സെർവാന്റസ്, ഗാർസിലാസോ ഡി ലാ വേഗ എന്നിവരുടെ ചരമദിനം പുസ്തക ദിനമായി ആചരിക്കുന്നതിന് തുടക്കമിട്ടു. മൊറോക്കോയിലെ റബാത്ത് നഗരത്തെയാണ് യുനെസ്കോ ഈ വർഷത്തെ ലോക പുസ്തക തലസ്ഥാനമായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. കുട്ടികളിലും മുതിർന്നവരിലും വായനാശീലം കുറയുന്ന സാഹചര്യത്തിൽ പുസ്തകങ്ങളെ ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FCയെ നേരിടും. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം തുടങ്ങുക. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 773 പോയിന്റ് നഷ്ടത്തിൽ 77,736ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 196 പോയിന്റ് നഷ്ടത്തിൽ 24,185ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 110 രൂപ കുറഞ്ഞ് 14,075 രൂപയും പവന് 1,12,600 രൂപയുമാണ് ഇന്നത്തെ വില. ആയുഷ് മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ കൌൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസസ് സംവർധന 2026 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ പരിശീലന പരിപാടിക്ക് ഇന്ന് തൃശൂരിൽ തുടക്കമാകും. ചെറുതുരുത്തിയിലെ ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിലാണ് പരിശീലനം നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലെ 1ാം ഘട്ടത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 11 മണിവരെ തമിഴ്നാട്ടിൽ 37.56%, പശ്ചിമബംഗാളിൽ 41.11% പോളിംഗ്. തൃശൂർ വെടിക്കെട്ടുപുര അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരം നടത്തുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിന് തൃശൂർ കളക്ടറേറ്റിൽ ഉന്നതതല യോഗം ചേരുന്നു. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരും. പാലക്കാട് ഉയർന്ന താപനില 41 ഡിഗ്രി സെൽഷ്യസിലെത്തി. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം. CBSE 10ാം ക്ലാസ് പരീക്ഷയുടെ 2ാം ഘട്ടം അടുത്ത മാസം 15-ന് ആരംഭിക്കും. അറിവിന്റെയും ഭാവനയുടെയും ലോകത്തേക്ക് വായനക്കാരെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് ലോക പുസ്തക ദിനം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FCയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.